രാജസ്ഥാനും ഗുജറാത്തുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ അങ്ങനെ IPL നിന്ന് പുറത്തായി. ഇനി ഫൈനലിൽ RCBയും ഗുജറാത്തുമായിരിക്കും ഏറ്റുമുട്ടുന്നത്. ഇന്ന് കളി തോറ്റ ശേഷം പരാഗ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഇന്ന് 214 റൺസാണ് അടിച്ചുകൂട്ടിയത്. സൂര്യവംശി 96 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ സായ് സുദർശനും ഗില്ലും അടിച്ചു നിരപ്പാക്കി. ഇതോടുകൂടി ഗുജറാത്ത് കളി ജയിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ഫൈനലിൽ എത്തുമെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരു IPL കിരീടം അതെൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ ഞങ്ങൾ തോറ്റുപോയി. സൂര്യവംശി മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്ലേ ഓഫിലെങ്കിലും എത്തിയത്. അവൻ ടീമിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ബാക്കി ആരും തന്നെ ഫോം ആകുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിലാണ്. ബൗളേഴ്സിനെ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജു ടീമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ മാച്ച് ജയിച്ചേനെ. എനിക്ക് സംശയങ്ങൾ ചോദിക്കാൻ ടീമിൽ ആരും തന്നെ ഇല്ല. ഞാൻ പണ്ട് ക്യാപ്റ്റൻസി കണ്ടുപിടിച്ചത് സഞ്ജുവിൽ നിന്നായിരുന്നു. സഞ്ജു പോയത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരുപാട് തെറ്റുകൾ ഈ സീസണിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത IPLൽ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് പരാഗ് വ്യക്തമാക്കി. സഞ്ജുവിൻ്റെ വില ഇപ്പോഴാണ് പരാഗ് മനസ്സിലാക്കിയത്. സാധാരണ ബൗളേഴ്സിന് അടി കിട്ടുമ്പോൾ സഞ്ജു കൃത്യമായിട്ട് നല്ല ബൗളേഴ്സിനെ കൊണ്ടുവന്ന് വിക്കറ്റുകൾ നേടാറുണ്ട്. എന്നാൽ പരാഗിനത് സാധിച്ചില്ല. പരാഗ് ക്യാപ്റ്റൻസിയിൽ മോശം തന്നെയാണ്. സൂര്യവംശി എന്ന ഒറ്റ താരമുള്ളത് കൊണ്ടാണ് രാജസ്ഥാൻ പ്ലേ ഓഫിലെങ്കിലും എത്തിയത്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ പുറത്തായേനെ. ഇന്നത്തെ സായ് സുദർശൻ ഗില്ല് ഇവരുടെ പാർട്ണർഷിപ്പാണ് ഗുജറാത്തിന് വിജയം സമ്മാനിച്ചത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഫൈനലിന് വേണ്ടിയാണ്. ഫൈനലിൽ ഒരു ത്രില്ലർ മത്സരം അരങ്ങേറുമെന്നത് ഉറപ്പാണ്. കാരണം RCBയും ഗുജറാത്തും തുല്യ ശക്തികളാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.